എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാണ് തോന്നുന്നത്. കാരണം അത് ഇന്നലെയാണ് കഴിഞ്ഞത്. രാത്രി എല്ലാവരും പണിയും കഴിഞ്ഞ് വന്ന് ഫുഡ് ഉണ്ടാക്കുന്നു, കള്ളുപിടിക്കുന്നു, ജോയിൻ്റ് അടിക്കുന്നു, ആകെ മത്താലമ്പ്. 2-2:30 ഞാൻ പോയി കിടന്ന്. പിറ്റേ ദിവസം ഒരു 10-10:30 ഞാൻ എണീറ്റ്. രാവിലെ ആദ്യം നോക്കിയപ്പോൾ കാണുന്നേ ഏതോ ഒരുത്തൻ ഞാൻ വെച്ച സ്പ്ലിറ്റ് ചാമ്പിയിട്ടുണ്ട്. മോഷ്ടിക്കുന്ന കഞ്ചാവായാലും കൽക്കണ്ടായാലും മോഷണം തന്നെ വിശ്വസിക്കുന്ന ഒരുത്താണ് ഞാൻ. അതുകൊണ്ട് തന്നെ ആ സമയത്താകെ 2 പേരെ ഉണ്ടായിട്ടുള്ളൂ. ഒന്ന് കാർത്തിക്കും, മറ്റൊന്ന് അൻസവും. ഇവർ 2 ആളും എടുത്തില്ല എന്നാണ് പറയുന്നത്. എൻ്റെ പൊന്നളിയെ അടിച്ച് കട്ടായിട്ട് കണ്ണ് പോയിട്ട് കണ്ട് കൃഷ്ണാണി പോലും അനങ്ങാൻ വയ്യ. എന്നിട്ട് ഞാൻ എഴുഞ്ഞ് തപ്പിത്തറഞ്ഞ് അവിടെ പോയിട്ട് അത് എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പേക്ക് എടുത്തപ്പോൾ ഞാൻ ചെറിയ സ്പ്ലിറ്റ് എടുത്ത പേക്കെന്ന് രണ്ടാമത് അത്രക്ക് അങ്ങ് ഒരു മൂഞ്ച ചങ്ങായി ഒന്നല്ലേ. മിനിമം ഒരു എത്തിക്സ് ഏത് കാര്യത്തിലാണ് നമുക്ക് കീപ്പ് ചെയ്യാം. പിന്നെ അത് പോയിട്ടുണ്ടെങ്കിൽ അത് അൻസവേ എടുക്കുകയുള്ളൂ. പക്ഷെ ഇവന്മാരൊരു കാര്യം മനസ്സിലാക്കണം, ഇതൊക്കെ കണ്ടോണ്ട് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ മേലുണ്ട്. എൻ്റെ പൊന്നുപടി ഈ പാക്ക് അൻസബിന് കാണിച്ചു കൊടുത്ത ഞാനാണ്. അപ്പോൾ ഈ പാക്ക് ഒരു 500 രൂപയ്ക്ക് സെയിൽ ചെയ്യണം എന്നുള്ളൊരു റൂളായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ ഈ പാക്ക് ഈ ക്വാണ്ടിറ്റിയിൽ 500 അല്ല 1000-2000 രൂപയ്ക്ക് ഞാൻ കൊടുത്തേനെ. അപ്പോൾ അങ്ങനെ ഒരു പാക്കിൽ നിന്ന് സ്പ്ലിറ്റ് പോയെന്ന് പറഞ്ഞില്ല, അത് വിഷമാവും, നല്ല വിഷമാവും. എനിക്കിപ്പോൾ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരാളെ വടിയാക്കുന്ന പരിപാടി. സ്പ്ലിറ്റല്ലേ എടുത്തുള്ളൂ, പേപ്പർ അവിടെ വെച്ചില്ലെന്നൊക്കെ. ശോകമാണ്. പേപ്പർ മാത്രം കിട്ടിയിട്ട് ഞാനെന്ത് ചെയ്യാനാ? കമ്പനിക്കാരോടൊക്കെ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ആളെ വടിയാക്കാൻ വേണ്ടി തന്നെ ചെയ്തതെന്ന്. നല്ല ശോകമാണ്. എനിക്ക് റോൾ ചെയ്യാൻ അറിയില്ലെന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. റോൾ ചെയ്യാൻ അറിയാത്തവർക്ക് പേപ്പർ കൊടുക്കാന്ന് പറഞ്ഞാൽ വൻ ശോകമാണ്. എൻ്റെ പൊന്നളിയെ അവന് ഭ്രാന്താ. അതുകൊണ്ട് എന്നെ ഞാൻ പറയുന്നത് ആളെ വടിയാക്കാൻ വേണ്ടി തന്നെ ചെയ്യുന്നത്. ഓക്കടാ, അടിപൊളി. ഞാൻ പറഞ്ഞിട്ട് ഇതിന്റെ സ്കീമാണ്. നമ്മളെ സാധനം ഓസിലിട്ട് അടിച്ചിട്ട് സ്വന്തം സാധനം ഒളിപ്പിച്ച് വെക്കാനുള്ള പരിപാടി, അത് നടക്കൂല. ഞാൻ പറഞ്ഞ എന്തായാലും ഇത്ര സ്ഥിതിക്ക് നമ്മൾ 3 പേരും കൂടെ ഒരു പാക്ക് എടുക്കുന്നതായിരിക്കും ബെറ്റർ. This is a fictional, comedic mockumentary created solely for entertainment purposes. We do not promote or encourage substance use in any form. Viewer discretion is strongly advised. This topic was selected purely for its satirical value, using humor and exaggeration to present a mocking portrayal of the subject.